എങ്ങനെയായിരുന്നു പടം? എങ്ങനെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ പടം? കോമഡി ജോണ്ടറിൽ വരുന്ന പടമാണ്. ഗോഡ് കോമഡിയാണ്. പക്ഷേ കോമഡി എനിക്ക് ആദ്യം ആസ്വദിച്ചു, പക്ഷേ കഴിയുമ്പോൾ നിലവാരമില്ലാത്ത തോന്നി. പടത്തിന് സ്റ്റോറി അത്ര റിയലിസ്റ്റിക് ഒന്നും അല്ല, ഇങ്ങനെ നല്ല കല്യാണമൊക്കെ. പക്ഷേ ലോജിക്കൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. AJയുടെ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ പറയുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. ബേസിലിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ചില എല്ലാ വർക്കും കാണിക്കുന്ന പോലെ കോമഡി കാണിക്കും, വേറെ വെറൈറ്റി ഒന്നുമില്ല. പിന്നെ പൃഥ്വിരാജ് ആണെങ്കിൽ കുറേ ആൾക്കാർ കോമഡി ചെയ്യുന്നു. പുതിയ ആൾക്കാരുടെ അഭിപ്രായം നല്ലതെന്ന് തോന്നി. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. ഇത് ബ്രെയിൻ സെറ്റപ്പ് തലച്ചോറ് ഉപയോഗിക്കാൻ കണ്ടാൽ ഇഷ്ടപ്പെട്ടു. ലോജിക്കൊന്നും നോക്കിയില്ല. ടർബോയ്ക്ക് ഒരു ഭീഷണിയാവില്ല. തലച്ചോറ് ഉപയോഗിച്ച് കണ്ടുകൊണ്ടാവാം എനിക്ക് പ്രശ്നമായത്. മമ്മൂക്കയുടെ ടർബോയ്ക്ക് ഭീഷണിയാകും. മമ്മൂക്കയുടെ ടർബോയ്ക്ക് ഭീഷണിയാകും. മമ്മൂക്കയുടെ ടർബോയ്ക്ക് ഭീഷണിയാകും. ടർബോയ്ക്ക് ഭീഷണിയൊന്നുമല്ല. ടർബോ ഒരു മാസ് ഫിലിമാണ്, മാസ് ഓഡിയൻസ് വേണ്ട ഫിലിമാണ്. അത് ട്രെയിലറുടെ കുറച്ച് ക്ലീശ തോന്നി, എന്നാലും പടം ഭയങ്കര ഹിറ്റായി. കാരണം നമുക്ക് കുറേ ട്രാൻസിഷനാണെന്ന് ആസ് ചെയ്യും. കുറേ നാളായിട്ട് ക്ലാസ് ടൂൾസ് അറിയുന്നുണ്ട്. ടർബോ എന്തായാലും ഭയങ്കര ഹിറ്റായി. ഞാൻ സംശയം മമ്മൂട്ടി പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ടർബോ എന്തൊക്കെ നല്ല ഹിറ്റ് ആവാൻ കിട്ടും. അമ്പലനടയിലെ പടം അത് ഒരു ഫുൾ കോമഡി എൻ്റർടൈനറായിട്ട് എനിക്ക് ഇല്ലായിരുന്നു. അത് പൃഥ്വിരാജിൻ്റെ ആയാലും ബേസിൻ്റെ ആയാലും കോംബോ നല്ല രീതിയിൽ കോമഡി കോംബോ നല്ല രീതിയിൽ വന്നത്. അതേപോലെ തന്നെ ബേസിലും പൃഥ്വിരാജ് മാത്രമല്ല, മറ്റേ നിഖില, അനശ്വര, ഇവര് 4 പേരാണ് ലീഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കോമഡി പാക്കേജ് ആണോ? കോമഡി പാക്കേജ്. അതായത് അഭിനയിച്ച എല്ലാവരും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് തമിഴ്നാടിനൊക്കെ ഉണ്ട്, എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല. പുള്ളിയുടെ ഒക്കെ രസമായിട്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അതിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസും ആ എനർജി അതൊക്കെ ഒന്നും ബാക്കോട്ട് പോയല്ല. ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന പടം. എന്തായാലും ഹിറ്റ് ആവട്ടെ. എങ്ങനെയായിരുന്നു പടം? പടം നല്ല പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മെയിനായിട്ട് കാണാൻ വന്ന നമ്മൾ ഡയറക്ടറെ ഒരിതാണ്, അതായത് JJ കണ്ടുകൊണ്ട് എനിക്ക് ആ ഡയറക്ടറെ വിശ്വാസമുണ്ട്. നമ്മൾ കാണാൻ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ പടം പോയി. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ. കോമഡിയൊക്കെ വർക്കൗട്ട് ആയോ? കോമഡിയൊക്കെ ഒരു രക്ഷയില്ല. ആദ്യം അവസാനം വരെ കോമഡിയാ, ഒരു ലാങ്ങിയ കോമഡിയൊന്നും ഇല്ല. ഫുൾ എന്റർടൈൻ്റെ പടം. അതായത് ഈ സിറ്റുവേഷൻ കോമഡിയാണ്. ആ സിറ്റുവേഷൻ കോമഡി പറഞ്ഞിട്ടുള്ളത് ചിരി ചുപ്പാട്. അത് നിങ്ങൾ പടം കാണാൻ പാടില്ല. എനിക്കൊക്കെ ചെറിയൊരു ചിരി വന്നാൽ ഞാൻ ചിരി തലകുത്തുന്നതാണ്. ആ ചില ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഉപ്പാട്. അത് ഡയറക്ടർ ബ്രില്യൻ്റ് തന്നെ കേട്ടോ, അന്യ ബ്രില്യൻ്റ് ആണ് ഡയറക്ടർ. അതെനിക്ക് തുടക്കം കണ്ടപ്പോഴേ എനിക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഡയറക്ടർ ഒരു ബ്രില്യൻ്റ് ആൾ തന്നെയാണ്. അത് തെളിയിച്ചിട്ടുണ്ട് പടത്തിൽ നേരത്തെ. എന്നാലും അത് പടം കണ്ടപ്പോൾ മനസ്സിലായി ഡയറക്ടർ വേറെ ലെവലിലാണ് പടം കൊണ്ടുപോകുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പടം ഇത്ര നല്ല സത്യമാണ്. സത്യം എന്ന് പറയാം, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിട്ടില്ല പടം വേറെ ലെവൽ, നല്ല കളർ കിട്ടും. ആൾക്കാർ ഇടിച്ച് കയറും. ഇത്ര നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യേക സ്ഥിരം ഒരു മസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പടം ഹിറ്റാക്കിയിട്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഒരു മസിൽ കൊടുത്ത ആക്ഷനിലും ആ മസിൽ കൊടുത്ത് ഇറക്കണം. അതൊന്നും മാറ്റിയാൽ പടം. അത് ആദ്യം തുടക്കം നന്ദനം പോലെ ഉണ്ട് പുള്ളിക്കാൻ മസിൽ കൊടുത്ത്. അതൊന്നും മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ മറ്റേ വിശ്വാസം പറഞ്ഞ കാര്യമില്ല, അത് വേറെ ലെവലാണ്. അത് പുള്ളി ഉണ്ടോ ഇപ്പം പടം 100% ഉറപ്പാണ് ഹിറ്റാണ്. ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. എല്ലാവരും നീലവില നല്ലോണം ചെയ്തിട്ടുണ്ട്. നീലവില അടിപൊളി ചെയ്യുന്നുണ്ട്. നീ ഭയങ്കര ഇഷ്ടമാണ്. പക്വതായിട്ട് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ എല്ലാവരും നല്ലത് ചെയ്തിട്ടുണ്ട്. പടം ഹിറ്റ് അടിക്കും 100% ഉറപ്പാണ്, ഒരു സംശയം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായി സിനിമയിൽ? പൃഥ്വിരാജിന്റെ കോമഡി ഒക്കെ ഉണ്ടായി. എല്ലാ കോമഡി ഈ രണ്ടുപേരിലും നായകനാണോ? പൃഥ്വിരാജാണോ ബേസിലാണോ? രണ്ടുപേരും ഒരേപോലെ ഏറ്റവും കൂടുതൽ സീനൊക്കെ ഉള്ളത് ആർക്കാണ്? എല്ലാ കോമഡി സിനിമ കാണാനുള്ളവരോട് എന്താ പറയാനുള്ളത്? എന്താ തിയേറ്ററിലൊന്നാണ് ചിരി, നല്ലവരെ ചിരിക്കാണ്. അത്ര അടിപൊളി സെറ്റും കാര്യങ്ങളും. എന്താ പറയാ, കുറെ നാൾക്ക് ശേഷം കുറെ ചിരിച്ച് ഫുൾ കയ്യടി മകളായിരുന്നു. കുറെ ഗൂസ് ബംസ് ഒക്കെ ഉണ്ട്. ഒരു നിമിഷം പോലും ചിരി നിർത്തിയിട്ടില്ല. പിന്നെ ഫുൾ കയ്യാ സ്കോർ ചെയ്ത് പൃഥ്വിരാജാണ് ബേസിലാണ് സ്കോർ ചെയ്തത്. 2 സ്കോർ ചെയ്തത്. പക്ഷേ പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടമാണ്. പടം മൊത്തം അടിപൊളിയാണ്.